എല്ലാവർക്കും നമസ്കാരം. ഈ വൈകുന്നേരം ഇത്ര വൈകിയ സമയത്ത് അക്കാദമിക്കായി ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത് ഡ്രഗ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ ചില കാര്യങ്ങൾ ഇവിടുന്ന് പറയാണ്ട് പോകാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഡ്രഗിനെതിരെയുള്ള സമരം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ ഈ സമരത്തിലൊന്നും നമുക്ക് വലിയ ആത്മാർത്ഥതയൊന്നുമില്ല. അതൊരു റിയാലിറ്റിയാണ്. അപ്പം ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 11 പേര് കേരളത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രഗ് ഒരു വലിയ ബിസിനസ്സാണ്. മോഹൻലാലിൻ്റെ നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്ര വലുതാണ് ഈ ഡ്രഗ്സ് ബിസിനസ് എന്ന് ആലോചിക്കണം. ലോക വാണിജ്യത്തിൻ്റെ 1% ഏകദേശം $350 ബില്യൺ ഡ്രഗ്സ് എന്ന് പറയുന്ന ബിസിനസ്. ആ ബിസിനസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഡ്രഗ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ അഡിക്റ്റഡ് ടു ഡ്രഗ്സ് എന്നുള്ളൊരു കോപ്പി നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, ശരിക്കും അഡിക്റ്റഡ് ടു ഡ്രീംസ് പോലെയുള്ള കാര്യം പറയുമ്പോഴും, ഇപ്പം ലോകത്ത് പുകവലിയുടെ പരസ്യം നിരോധിച്ചിട്ട് 40 വർഷത്തോളമായി. പക്ഷേ എന്നിട്ട് ഇപ്പോഴും ക്യാൻസർ ഉണ്ടാക്കും, സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന പരസ്യമായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അതായത് നമ്മൾ ഒരു പരസ്യത്തിൽ കാണാണ്ട് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് സ്മോക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ സ്മോക്കിങ്ങിൻ്റെ എണ്ണം കുറയണ്ടേ? അപ്പോൾ ഈ സ്മോക്കിങ്ങിൻ്റെ എണ്ണം കുറയാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമുക്കൊരു 2009 റിസഷൻ അറിയുന്ന കുറച്ച് ആളുകളെങ്കിലും ഇവിടെ ഉണ്ടാവും. 2009 ലോകത്തെ മുഴുവൻ ബാങ്കുകളും തകരുന്നു വന്നപ്പോൾ അന്ന് ബാങ്കുകൾ, ലോകത്തെ പല പ്രമുഖ ബാങ്കുകൾ നിന്നത് ഡ്രഗിലൂടെ വന്ന ലിക്വിഡ് ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണെന്നുള്ളത് UN-ന്റെ ഡ്രഗ് കമ്മിറ്റി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്കത് പുറത്തുവിടാൻ പറ്റില്ല. ഈ പൈസ വന്നിട്ടാണ് ബാങ്ക് നിലനിന്നത് നിന്ന് UN പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ബാങ്കുകൾ പൂട്ടേണ്ടി വരും. അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാവും. അപ്പം നമ്മൾ ഡ്രഗിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യത്തിലും സത്യത്തിൽ യാതൊരു ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് ഡ്രഗിൻ്റെ സമരത്തിനെതിരെയുള്ള എൻ്റെ പ്രശ്നം. അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മൾ ഈ ഡാർക്ക് വെബുകളിലെ സോഷ്യൽ മീഡിയകൾ, അപ്പോൾ ഇത്രയും പേര്, ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ അറിയാം. നമ്മൾ 1 കിലോ ചിക്കൻ കോഴിക്കോട് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങുമ്പോൾ 3 രൂപയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഡ്രഗ് അതേ സമയത്ത് വിറ്റുണ്ടാവും. അത്ര വലുതാണ് ഡ്രഗ് ട്രേഡ് എന്ന് പറയുന്നത്. അതിനെ നിയന്ത്രിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോൾ ഈ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യത്തിൽ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ ഇതിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സിൽക്ക് റോഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ഇത് പിന്നീട് ലോകത്ത് അങ്ങോളം നിരോധിക്കപ്പെട്ടൊരു സാധനം. ഈ സിൽക്ക് റോഡ് പോലെയുള്ള സ്ഥലങ്ങളിലൂടെ അല്ലെങ്കിൽ ഡാർക്ക് വെബിലൂടെ കൃത്യമായിട്ട് ഓൺലൈൻ ട്രേഡ് നടക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്ക് അപരിചിതരുമായി പരിചയപ്പെട്ടിട്ട് നമ്മൾ ഡ്രഗ് ട്രാഫിക്കിംഗ് നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഉണ്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ഈ സിനിമയിലുള്ള രംഗം എന്താ വെച്ചാൽ ഇതൊരു ഡ്രഗ് കാണിക്കുന്നുണ്ട്, അത് നെഗറ്റീവായിട്ട് കാണിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിനകത്തുള്ള പ്രോബ്ലം, ഈ ഡ്രഗ് കാണിക്കുന്നതിൻ്റെ കൂടെ കാണിക്കുന്ന സെക്സ്, ഇത് നമ്മളുടെ യുവതലമുറയെ ശരിക്കും അട്രാക്ട് ചെയ്യുന്നുണ്ട്. 2 കോമ്പിനേഷൻ ഭയങ്കര ഡേർട്ടിയാണ്. അതായത് നിങ്ങൾ അവരുടെ വില്ലന്മാരൊക്കെ ആസ്വദിക്കുന്ന ഒരു സെക്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു അണ്ടർ കറണ്ട് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ അണ്ടർ കറണ്ട് ഒരു പ്രശ്നമാണ്. കാരണം നമ്മൾ ഡ്രഗ്സ് എൻജോയ് ചെയ്യും, കൂടെ ഒരു യുവാവിനെ സംബന്ധിച്ച് ഏറ്റവും അഡിക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് സെക്സ്. ഇത് 2 കോർത്ത് വെക്കുമ്പോൾ, ഇത് 2 അടുത്തടുത്ത് വെക്കുമ്പോൾ നമ്മൾ 2ലേക്ക് അട്രാക്റ്റീവ് ആവും. അപ്പോൾ ഇത്തരത്തിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനത്തിനെതിരെ, ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. ഇതൊരു ചെറിയ ബിസിനസ് അല്ല എന്നുള്ളതാണ് ഈ ബിസിനസ്സിൻ്റെ പ്രശ്നം. ലോകത്തെ നിയന്ത്രിക്കുന്നത് ബിസിനസ്സുകളാണ്. എല്ലാ കാലത്തും നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് പോലെ മതങ്ങളോ ജാതിയോ ഒന്നുമല്ല ലോകത്തെ നിയന്ത്രിക്കുന്നത് ബിസിനസ്സാണ്. ഇപ്പം മതങ്ങളുണ്ടായത് ബിസിനസ് ഉള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ മതങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഈ റിയാലിറ്റി പലരും അംഗീകരിക്കില്ല. അത് മതങ്ങളുടെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഈ ഡ്രഗ് ബിസിനസ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അസോസിയേഷൻ പോലെയുള്ള ആളുകൾ, നമ്മൾ എത്ര പേര് ഈ സെക്കൻഡിൽ ഡ്രഗിനെതിരെ ശരിക്കുള്ളൊരു നടപടി എടുക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ വളരെ ഓപ്പണായിട്ട് ഈ സദസ്സിൽ പറയേണ്ടി വന്നതാണ്, പറയണമെന്ന് വിചാരിച്ച് ഇറങ്ങിയൊന്നല്ല. നമ്മൾ ഒരു ഡ്രഗിനെതിരെയുള്ള ഒരു സമരത്തിലും ഒരാൾക്കും ആത്മാർത്ഥതയില്ല. കേരളത്തിൽ കഴിഞ്ഞ 3 മാസമായിട്ട് മദ്യത്തിൻ്റെ വിൽപ്പന കുറഞ്ഞു. ഈ മദ്യത്തിൻ്റെ വിൽപ്പന കുറയുന്നത് വേറൊരു അർത്ഥത്തിൽ വേറൊരു ലഹരിയുടെ വിൽപ്പന കൂടുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് സമരമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾ? ഞാൻ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് സോഷ്യൽ മീഡിയ റിസർച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഏതൊക്കെ തരത്തിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബന്ധുവിനെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അപരിചിതനായ ഒരു ഇൻഫ്ലുവൻസറെ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളതാണ്.
ഇത് പറയുന്നത് ചെറിയ റിസർച്ച് ഒന്നുമല്ല. ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് റിസർച്ച് സ്ഥാപനങ്ങളൊക്കെ പറയുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ അച്ഛൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറെ നിങ്ങൾ വിശ്വസിക്കും എന്ന് പറയുന്ന ഒരു ഡേഞ്ചറസ് ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, ഞാൻ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഇവിടുത്തെ ഓർഗനൈസേഷനോട് എല്ലാവരോടും പറയുന്നത്, ലോകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന മീഡിയകൾക്കൊക്കെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ കൺട്രോൾ ഇല്ലാത്ത ലോകത്തിലെ ആദ്യത്തെ മീഡിയയാണ് സോഷ്യൽ മീഡിയ. നിങ്ങളൊരു വീഡിയോ എടുത്ത് എന്തിടുമ്പോഴും അതെങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യാമെന്ന് യാതൊരു തരത്തിലുള്ള അനലൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഒരു ട്രഡീഷണൽ മീഡിയയിലാണെങ്കിൽ ഞാനിതൊരാൾക്ക് അയച്ചു കൊടുക്കും, അയാൾ അപ്രൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പ്രസ് ലോസ് ഉണ്ട്, ടെലിവിഷൻ ലോസ് ഉണ്ട്. ഈ ലോസ് ഒന്നുമില്ലാത്ത ഒരേ ഒരു മീഡിയയാണ് സോഷ്യൽ മീഡിയ. നമ്മൾ റെസ്പോൺസിബിൾ ആണോ? നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിൽ എന്തുണ്ട് എന്നുള്ളത് നമ്മൾ റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ത് കൊടുക്കണം? നമുക്കാകെ വേണ്ടത് വൈറാലിറ്റിയാണ്. വൈറാലിറ്റിക്ക് വേണ്ടി എന്ത് നമ്മൾ ചെയ്യും? ഈ വൈറാലിറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കുന്ന സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്താണ് ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവില്ല. കാരണം നിങ്ങളുടെ റവന്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റീച്ച് ആൻഡ് എൻഗേജ്മെൻ്റ് ആണ്. മറ്റൊന്നും ഇവിടെ പ്രശ്നമല്ല. അപ്പോൾ ഇത്തരത്തിൽ ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മൾ ലൈക്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? ഇതിനിടയിൽ നമ്മളിൽ ആരൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ട്രേഡ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായി പോകുന്നത്? ഇല്ലീഗൽ ഡ്രഗ്സ് എന്ന് പറയുന്ന വലിയൊരു ബിസിനസ്സിൻ്റെ ഈ ബിസിനസ് നടത്തുന്നവരെ മാത്രം നമ്മൾ കാണുന്നില്ല. ഇതാരാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഇതിൻ്റെ അടുത്ത ചലഞ്ച്. ഇതുവരെ ഡ്രഗ് വിൽക്കുന്ന ഒരാളെയും ഡ്രഗ് വാങ്ങുന്ന ആൾക്ക് മാത്രമേ ഡ്രഗ് വിൽക്കുന്ന ആളെ അറിയുള്ളൂ. ബാക്കി എല്ലാ ബിസിനസ്സിലും ആ ബിസിനസ് എവിടെയോ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത്രയും വലിയൊരു ബിസിനസ്സിൽ നമ്മൾ അറിയാതെ ഭാഗമാവുന്നുണ്ട്. നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയ കൊടുക്കുന്ന മെസ്സേജുകളിൽ നമ്മളെപ്പോലുള്ള ഇൻഫ്ലുവൻസ്, സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന, ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊന്നുമല്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമ്മളുടെ കണ്ടന്റിനോടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഭയങ്കര കൃത്യമായിട്ട് നമ്മളെ ഉപയോഗിക്കാൻ ആർക്കറിയാം? ഈ ഡ്രഗ് മാഫിക്കിനറിയാം. അവർ കൃത്യമായിട്ട് നിങ്ങളെ യൂസ് ചെയ്തോളും. നിങ്ങൾ എത്ര നിങ്ങളില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്ത് കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഇവിടുത്തെ ഇല്ലീഗൽ ഡ്രഗ് മാഫിയക്ക് അറിയാം എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഇതൊരു ഡേഞ്ചറസ് ആയ സിറ്റുവേഷനാണ്. അപ്പം എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിൽ ഏതെങ്കിലും തരത്തിൽ സൊസൈറ്റിയെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സെൻസ് നിങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കും? ഇതെങ്ങനെ നിങ്ങളൊരു എഡിറ്ററെ വെക്കും? സോഷ്യൽ മീഡിയയ്ക്ക് എഡിറ്റർ ഇല്ല എന്നൊരു പ്രശ്നത്തെ നിങ്ങൾ സ്വയം ഓവർകം ചെയ്യേണ്ട ഒരു കാലത്ത് അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും ഡ്രഗ്സിനെതിരെയുള്ള സമരം. സത്യത്തിൽ ഡ്രഗിനെതിരെയുള്ള സമരത്തിൽ ഒരു സർക്കാരിന് മത്സരിക്കാൻ കഴിയില്ല. ഡ്രഗ് ചെയ്യണമെന്ന് പറഞ്ഞ് 19-ാം നൂറ്റാണ്ടിൽ ബാറുകൾ ഉണ്ടായിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് UK ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡ്രഗ് ചൈനയിൽ വിൽക്കാൻ വേണ്ടിയിട്ട് 2 യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈനയിൽ ഡ്രഗ് വിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഡ്രഗ് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ കടലിലൂടെ ഡ്രഗ് കൊണ്ടുവരാൻ അമേരിക്കയിലേക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കൻ മെക്സിക്കൻ ബോർഡറിൽ എന്തുണ്ടായി? ഇപ്പം നിങ്ങൾ കാണുന്ന ഡ്രഗ്, എപ്പോഴും നമ്മൾ ഡ്രഗ് എന്ന് കേട്ടാൽ കേൾക്കുക മെക്സിക്കയാണ്. പക്ഷെ സിറിയ പോലെ രാജ്യത്തിൻ്റെ റവന്യൂവിൻ്റെ 90% ഡ്രഗ് വിറ്റിട്ടുണ്ടാവുന്നത്. 90% സിറിയയുടെ റവന്യൂയുടെ ടോട്ടൽ GDPയുടെ 90% ഡ്രഗ്സ് വിറ്റിട്ടുണ്ടാവുന്നുണ്ട്. അവർ ലോകത്ത് അങ്ങോളം ഏറ്റവും കൂടുതൽ ഡ്രഗ് വിൽക്കുന്ന സിറിയയാണ്. അതുകൊണ്ട് സിറിയയിൽ എന്ത് വേണം? പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ് വേണം എന്നുള്ളത് സിറിയയുടെ ആവശ്യമാണ്. അവിടെ ഡ്രഗ് വിൽക്കണം, അല്ലെങ്കിൽ മെക്സിക്കൻ ബോർഡറിൽ അടി ഉണ്ടാവണം. ഇപ്പം നോ കൺട്രി ഫോർ ഓൾഡ് മെൻ എന്ന് പറയുന്ന പോലെയുള്ള സിനിമകളിൽ കാണിച്ചിട്ടുള്ള മെക്സിക്കൻ ബോർഡറുകളിൽ അവിടെ യുദ്ധം ഉണ്ടാവണം. കാരണം എന്നാലേ ഈ ഡ്രഗ് വിൽക്കാൻ പറ്റുള്ളൂ. സിറിയ സമാധാനത്തിൽ വന്നാൽ ഡ്രഗ് വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും സിറിയയിൽ സമാധാനം ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന അവിടുത്തെ റിലീജിയസ് കൾച്ചറാണെന്നല്ല. അല്ല, അവിടുത്തെ റിലീജിയസ് കൾച്ചറോ ഒന്നുമല്ല അവിടുത്തെ പ്രശ്നം. അവിടുത്തെ ആക്ച്വൽ പ്രശ്നം, അവിടെ ഇപ്പോഴും പൊളിറ്റിക്കൽ പ്രോബ്ലം ഉണ്ടാവാനുള്ള ഒരേ ഒരു കാരണം അവരുടെ റവന്യൂവിൻ്റെ 90% ഡ്രഗ് ആണെന്നുള്ളത് മാത്രമാണ്. ഇത്തരത്തിൽ ഡ്രഗിൻ്റെ ബിസിനസ്സിനെ, ആരാണോ ഡ്രഗിൻ്റെ ബിസിനസ്സിനെ ഫേസ് ചെയ്യുന്നത്, ഒരു കണ്ടന്റ് കൊണ്ട് ഈ പ്രശ്നം മാറില്ല. അത് നമ്മളൊക്കെ മനസ്സിലാക്കണം. അതായത് ഒരു റാലി കൊണ്ട് ഈ പ്രശ്നം മാറില്ല. ഒരു റാലി നടത്തുമ്പോൾ ഈ അവയർനെസ് കൂടുകയുള്ളൂ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ അടുത്തൊരു 5 വർഷം മുമ്പ് വരെ MDMA എന്ന പേര് കേൾക്കാത്തവരാണ് കേരളത്തിലെ 90% ആളുകളും, അല്ലേ? 5 വർഷം മുമ്പ് വരെ MDMA എന്ന് പേര് കേൾക്കാതിരുന്ന ആളുകൾ MDMA എന്നൊരു സാധനം ഉണ്ടെന്ന് തിരിച്ചറിയാൻ മാത്രമാണ് ഈ പ്രചരണങ്ങളൊക്കെ സഹായിച്ചിട്ടുള്ളൂ.
ഇതിവിടെ കിട്ടും എന്നൊരു ഇൻഫർമേഷൻ കൂടി ഇപ്പോൾ നമുക്കുണ്ട്. അതും കൂടി പത്രങ്ങൾ പറഞ്ഞാൽ എളുപ്പമായി. സോഷ്യൽ മീഡിയയിൽ ഇത് എവിടെ കിട്ടുന്ന കൂടി പറഞ്ഞാൽ സംഭവം എളുപ്പമായി. ഇതിനെ ഡിനൈ ചെയ്യാൻ പറ്റുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രഗ്. ഒരക്ഷരം മിണ്ടരുത്. ഡ്രഗിനെ കുറിച്ച് ഒരക്ഷരം മിണ്ട. അതിൻ്റെ അണ്ടർ കറണ്ടിനെ പൊട്ടിക്കാൻ പറ്റുന്ന ഒരു സമരത്തിന് മാത്രമേ ഡ്രഗിനെതിരെയുള്ള സമരമായിട്ട് മാറാൻ പറ്റുള്ളൂ. MDMA ഹാഷിഷോ കൊക്കൈനോ അല്ല, നിങ്ങൾ പറയുന്നത് എന്ത് സാധനവും മദ്യം മാത്രം കേട്ടിരുന്ന മലയാളിക്ക് സുപരിചിതമായത് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയോണ്ടാണ്. നമ്മൾ പറയല്ല ചെയ്യുന്നത്. സത്യത്തിൽ ഐ എം വെരി സോറി ടു സേ, നമ്മളെ കൊണ്ട് ഈ മാഫിയകൾ പറയിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വിൽപ്പന നടക്കും. ഈ വിൽപ്പന കുറയ്ക്കാൻ ലോകത്ത് ആർക്കും പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 100 രൂപയുടെ കച്ചവടം ലോകത്ത് നടക്കുമ്പോൾ അതിൽ 1 രൂപയുടെ കച്ചവടം ഡ്രഗ്സിൻ്റെ ബിസിനസ്സാണ്. ഇതൊരു റിയാലിറ്റിയാണ്, ഞാൻ പറയുന്നൊന്നുമല്ല. ഇത് UN പോലെയുള്ള ലോക സംഘടനകൾ പറയുന്ന സാധനമാണ്. 100 രൂപയുടെ കച്ചവടം നടക്കുമ്പോൾ 1 രൂപയുടെ, നമ്മളിവിടെ എന്താ പറയുക, മലബാർ ഗോൾഡ് 30,000-35,000 കോടി ചെയ്യുന്ന ബിസിനസ്സിനെ നമ്മൾ പൊക്കി പറയുമ്പോൾ, അതേ സമയത്ത് ഇതേപോലെ ആരും അറിയാതെ ഇത്രക്കേറെ വലിയ ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട്. അവരെ ട്രാപ്പിൽ നമ്മൾ പെടുകയാണ്. ഈ അഡ്വർടൈസിങ്ങിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ബേസിക് സ്വഭാവമാണ്. ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഡ്രഗ് എന്ന് നിങ്ങൾ എത്ര കൂടുതൽ വട്ടം പറയുന്നോ അത്രയും കൂടുതൽ നിങ്ങൾക്ക് ഡ്രഗ് അടിക്കാനുള്ള ഇഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഫങ്ഷണൽ MRI എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ ബ്രെയിൻ്റെ ഒക്കെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നൊരു ടെസ്റ്റാണ്. ഈ ഫങ്ഷണൽ MRI വെച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ, ഇപ്പോൾ ഡ്രഗ് എന്ന് കേൾക്കുന്ന ഓരോ ആളുടെ ഉള്ളിലും നിങ്ങൾ മുമ്പ് ഡ്രഗ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രഗ് അടിക്കാൻ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾ ഡ്രഗ് അടിക്കുന്ന ആളാണെങ്കിൽ ഞാനിവിടെ ഡ്രഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഡ്രഗ് അടിക്കാൻ തോന്നും. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ ഡ്രഗ് എന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല എന്നുള്ള നമ്മുടെ വലിയൊരു കള്ളപ്രചരണം ഉണ്ട്. ഇതും സത്യത്തിൽ ഈ അമേരിക്ക വിയറ്റ്നാം യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഈ അമേരിക്ക വിയറ്റ്നാം യുദ്ധം തോറ്റു നമ്മളൊക്കെ പറയും. അമേരിക്ക എങ്ങനെ വിയറ്റ്നാം യുദ്ധം തോറ്റു എന്ന് ആരും പറയാറില്ല. ഈ അമേരിക്ക പോയിട്ട് കുറേ കാലം വിയറ്റ്നാമിൽ യുദ്ധം ചെയ്ത് വിയറ്റ്നാമിൽ നന്നായിട്ട് കഞ്ചാവ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ എന്താ വെച്ചാൽ കുറേ കാലം യുദ്ധം ചെയ്തപ്പോൾ ഈ അമേരിക്കൻ പട്ടാളക്കാർ ഭാര്യ മക്കളൊക്കെ വീട്ടിലാണ്. അപ്പോൾ ഇവരോട് എന്താ വെച്ചാൽ വേറെ ഒന്നും ചെയ്യല്ല, കഞ്ചാവ് അടിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് കഞ്ചാവ് അടിച്ചടിച്ച് അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ യുദ്ധം ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമേരിക്ക സർക്കാരിന് മനസ്സിലായി അമേരിക്കൻ സൈനികരിൽ നല്ലൊരു ശതമാനവും ഡ്രഗ് അഡിക്ട്സ് ആവുന്നു. അതുകൊണ്ടാണ് അമേരിക്ക യുദ്ധം പിന്മാറിയത്. ഇതിൻ്റെ അടുത്തൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ വീട്ടിൽ പോയതിൻ്റെ പിറ്റേന്ന് മുതൽ ഡ്രഗ് ഡി അഡിക്ട്സ് ആയി. കാരണം വീട്ടിൽ കഞ്ചാവ് കിട്ടില്ലല്ലോ. ഈ കഞ്ചാവിന് ഡി അഡിക്ഷൻ അത്രയേ ഉള്ളൂ. ഒരു സ്ഥലത്ത് നിങ്ങൾ എൻവിറോൺമെൻറ്റ് മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു 90% നിങ്ങൾക്ക് ഡി അഡിക്റ്റ് ആവാൻ പറ്റും. ഇത് നമ്മളോട് ആരും പറഞ്ഞിരുന്നില്ല. ഇത് ജെയിംസ് ക്ലിയറിൻ്റെയൊക്കെ അറ്റോമിക് ഹാബിറ്റ്സ് പോലുള്ള പുസ്തകങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളാണെങ്കിൽ പരമാവധി മദ്യപിക്കാൻ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് പോകാതിരിക്കുക. നിങ്ങൾ ഓഫീസിൽ മാത്രം സിഗരറ്റ് വലിക്കുന്ന ആളാണ്, നിങ്ങൾ ആ ഓഫീസ് അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ഇത്തരം യാഥാർത്ഥ്യങ്ങളെ ഒന്നും പറഞ്ഞു തരാതെ നമ്മൾ ഈ സ്ലോഗനുകളിൽ വിശ്വസിക്കുകയും നമ്മൾ വീണ്ടും വീണ്ടും ഡ്രഗ് എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള, ആക്ച്വലി നമ്മൾ ഡ്രഗിനെ പ്രൊമോട്ട് ചെയ്യണം. ഡ്രഗിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഈ നമ്മൾ പറയുക ഈ പരസ്യം കൊടുക്കുന്നില്ല. ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ മദ്യത്തിൻ്റെ പരസ്യം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇന്ത്യയിൽ എങ്ങനെയാണ് മദ്യം പരസ്യം കൊടുക്കുക? ഇപ്പം ഞാൻ കാൾസ്ബർഗിൻ്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇഷ്ടം പോലെ കാൾസ്ബർഗിൻ്റെ പരസ്യം നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ കാൾസ്ബർഗിൻ്റെ പരസ്യത്തിൽ മിനറൽ വാട്ടർ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ കാൾസ്ബർഗ് മിനറൽ വാട്ടർ ഇറക്കുന്നുമില്ല. ഇന്ത്യയിലെ പ്രസിദ്ധമായ ഒരു പത്രം ഒരിക്കൽ കാൾസ്ബർഗിൻ്റെ മിനറൽ വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ ഫാക്ടറിയിൽ ചാരന്മാരെ വെച്ചു. ശരിക്കും സാധനം ഇറക്കണ്ടോ? ഒരു 5 കുപ്പിയെങ്കിലും ഇറക്കണമല്ലോ. അവർ ഒറ്റ കുപ്പി വെള്ളം പോലും കാൾസ്ബർഗ് ഇറക്കുന്നില്ല. നമ്മുടെ ഗവൺമെൻറ് എന്താ പൊട്ടന്മാരാണോ? കാൾസ്ബർഗിൻ്റെ പരസ്യം മിനറൽ വാട്ടറിൻ്റെ കൊടുത്തിട്ട് അവർ1 കുപ്പി വെള്ളം പോലും ഇറക്കാതിരുന്നിട്ടും അതിന് നമ്മൾ പറയാൻ മാത്രം മണ്ടന്മാരാണ് നമ്മുടെ സർക്കാർ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളല്ലേ പൊട്ടന്മാർ? സോ ദിസ് ആർ ഓൾ ട്രേഡഡ്. ഈ ഒരു ബിസിനസ്സിൻ്റെ, ഈ ഒരു മാഫിയയുടെ ബിസിനസ്സിൻ്റെ ഗെയിമുകളിലാണ് ഇത് മൊത്തം നിൽക്കുന്നത്. സോ എനിക്ക് ഇന്ന് ഇതാണോ ഞാനിവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇത് റെലവൻ്റാണ്. നമ്മളെക്കുറിച്ച് നമ്മുടെ സർക്കാരുകൾ ഡ്രഗിനെതിരെ സമരം തുടങ്ങും. ദാറ്റ്സ് എ ബ്ലണ്ടർ. എന്താണ് ചെയ്യേണ്ടത് ഡ്രഗിനെതിരെ എന്ന് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് ലോകത്തുണ്ട്. ഇപ്പോൾ വെൻഡി സുസൂക്കി പോലെയുള്ള ന്യൂറോ സയൻറ്റിസ്റ്റുകളുടെ സ്റ്റഡികളിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഡ്രഗ് അഡിക്ഷനിൽ ഒരേ ഒരു മാർഗം ഇതിനെ ഒഴിവാക്കാൻ. എന്തുകൊണ്ട് ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാവുന്നു? ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാവാനുള്ള സിമ്പിളായിട്ടുള്ള കാരണം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. നിങ്ങൾക്ക് ഡ്രഗ് അടിക്കുമ്പോൾ 1 സെക്കൻഡിൽ നിങ്ങളുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ഉയരും. സെറട്ടോൺ പോലെയുള്ള ഹാപ്പി ഹോർമോൺസ് വരും. ഈ ഹാപ്പി ഹോർമോൺസ് ഉയരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യും. ഈ ഹാപ്പി ഹോർമോൺസ് അതേപോലെ താഴോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ പിറ്റേന്ന് രാവിലെ ഹാങ് ഓവർ ഉണ്ടാവുന്നത്. നിങ്ങൾ അതേപോലെ മൂഡ് ഓഫ് പോകും.
ഇതിന് വേറൊരു മാർഗ്ഗമുള്ളത്, ഹാപ്പി ഹോർമോൺ ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്താൽ ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ട് നിങ്ങൾ ജയിച്ചാൽ നിങ്ങളുടെ എന്തുണ്ടാവും? ഇതേ ഹോർമോൺ ഉണ്ടാവും. നിങ്ങളുടെ മസിൽസിന് ഇതേ ഹോർമോൺസിന്, നിങ്ങളുടെ മസിൽസ് മൂവ് ചെയ്യുമ്പോൾ ഇതേ ഹോർമോൺസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. എക്സസൈസ് ചെയ്ത് മാത്രമേ ഡ്രഗിനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ലോകത്ത് ഒരാളും ഇത് പറഞ്ഞു തരില്ല. ഇതുവരെയുള്ള എല്ലാ ന്യൂറോ സയൻറ്റിഫിക് സ്റ്റഡികളിലും ഡ്രഗിനെ തോൽപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം ഫിസിക്കൽ എക്സസൈസ് മാത്രമാണ്, നിങ്ങളുടെ മൂവ്മെൻറ്റ്സ് മാത്രമാണ്. കാരണം നിങ്ങളുടെ മൂവ്മെൻറ്റ്സിന് ഇതേ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ തരാൻ പറ്റും. ഇതൊന്നും പറഞ്ഞു തരാതെ ഡ്രഗ് അഡിക്ഷനെതിരെയുള്ള ഈ മാഫിയയുടെ ഇത്തരം കളികളിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നവർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എത്രത്തോളം റെസ്പോൺസിബിൾ ആണ് ഇന്നത്തെ തലമുറയിൽ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഞാൻ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നില്ല, ഐ നോ ദ ബേസിക് മെട്രിക്സ്. ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരാൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അയാൾ ഒരു പോസ്റ്റ് ഇടുമ്പോൾ 1000 പേര് കാണും. അങ്ങനെ അയാൾ 100 പോസ്റ്റ് ഇട്ടാൽ 1,00,000 വ്യൂ ആയി. ദാറ്റ്സ് എ ബിഗ് തിങ്. ഐ എം ടെല്ലിങ് യു, everybody using social media is an influencer, irrespective of the number of followers you have, irrespective of the number of views you have or the engagement you are making. നിങ്ങളൊരു സ്റ്റാറ്റസ് ഇടുമ്പോൾ 250 പേര് കാണും. നിങ്ങൾ 30 ദിവസം സ്റ്റാറ്റസ് ഇട്ടാൽ 250 യു ആർ മേക്കിംഗ് കണ്ടന്റ് എവറി ഡേ. സോ യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ. ഈ ഇവൻറ്റിൽ ഐ എം ടെല്ലിങ് യു ടു ചേഞ്ച് യുവർ തിങ്കിങ് അബൌട്ട് ഡ്രഗ്സ്, ഹൗ ടു ഫൈറ്റ് ഡ്രഗ്സ്. Okay, fighting drugs is not telling drugs. Please, even this word of using addicted to life, because addiction will always connect relations to this particular word called addiction. അത് നമ്മുടെ മനസ്സിൽ ഈ സാധനത്തെ ഉണ്ടാക്കുകയുള്ളൂ. So I am stopping here. I think I'm telling something you, I want to fight against drugs, but you fight with exercise. Thank you so much.